നിങ്ങളുടെ ഹീൽ പെയിൻ്റെയും നീ പെയിൻ്റെയും കോസ് നിങ്ങളുടെ ഷൂ ആണെന്ന് ഞാൻ പറഞ്ഞാലോ? നമ്മുടെ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് 60-80% ഓഫ് ആങ്കിൾ പെയിനും അതേപോലെ തന്നെ നീ പെയിൻ്റെയും കോസ് പുവർ ഫുട്വെയർ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് നീ അല്ലെങ്കിൽ ആങ്കിൾ പെയിൻ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്നത് അവരുടെ ഷൂവിനെ പറ്റിയാണ്. കാരണം ഷൂ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ആങ്കിളിൻ്റെയും നീയുടെയും പെയിനിന്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻറ്റ്സ് എല്ലാം ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുവർ ഷൂസ് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻറ്റ്സിലും അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിലും വരുന്ന സ്ട്രെയിൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഡാമേജ് വരാം, ആർത്രൈറ്റിസ്, അങ്ങനെ പല ചേഞ്ചസും വരാം. അപ്പോൾ ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഷൂസാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഒന്ന് ഹൈ ഹീൽ ഷൂസ് അവോയ്ഡ് ചെയ്യുക. കാരണം ഹീലിൻ്റെ ഹൈറ്റ് ഓരോ ഇഞ്ച് കൂടുന്നതിനനുസരിച്ച് ഈ ആങ്കിൾ ജോയിൻറ്റിലും നീ ജോയിൻറ്റിലും വരുന്ന സ്ട്രെയിനിൻ്റെ അളവ് കൂടി വരും. അതുകൊണ്ട് ഹൈ ഹീൽ അവോയ്ഡ് ചെയ്യുക. ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയ ഷൂവും അവോയ്ഡ് ചെയ്തത്. അതായത് ആർട്ട് സപ്പോർട്ടൊന്നും ഇല്ലാതെ പരന്നിരിക്കുന്ന ഷൂവും നമ്മുടെ ഫൂട്ടിന് നല്ലതല്ല. കാരണം അത് വരുമ്പോൾ നമ്മുടെ ഈ ഫൂട്ടിൻ്റെ ജോയിൻറ്റ്സ് എല്ലാം സ്ട്രെയിൻ കൂടുന്നതാണ്. അപ്പോൾ എങ്ങനത്തെ ഷൂ ആണ് നമ്മൾ ഇടേണ്ടത്? ഒരു 1/2 ഇഞ്ചൊക്കെ നമുക്ക് ഒരു ഹീലുള്ള ഷൂ, അതേപോലെ തന്നെ ഷൂവിൻ്റെ അകത്തൊരു ആർട്ട് സപ്പോർട്ട് ഉള്ളത്, ഈ ഷൂ ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ഞാൻ പറയുന്നതാണ്, ഷൂ മേടിക്കാൻ അല്ലെങ്കിൽ ചെരുപ്പ് മേടിക്കാൻ പോകുമ്പോൾ ഫാഷനെക്കാട്ടി മുന്നേ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കംഫർട്ടിനാണ്. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ഷൂ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ മിക്കവാറും നമ്മുടെ മുട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക.